ഹായ് കൂട്ടുകാരെ, അടുത്ത വീട്ടിലെ കുട്ടിയെ ട്യൂഷൻ പഠിപ്പിക്കാൻ ചെന്നിട്ട് അവിടുത്തെ ചേച്ചിയെ തന്നെ പഴം തീറ്റിച്ച ഒരുത്തൻ്റെ കഥയാണ്. ഇവരെ കാണിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. അപ്പം മോഹനും സുമിത്രയും, സുമിത്ര പറയും എന്നത്തെയും പോലെ 3 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരല്, എന്തായാലും 3 ദിവസത്തിനോട് തിരിച്ചു വരണമെന്ന് പറയും. അപ്പോഴത്തേക്കും അടുത്ത വീട്ടിലെ പയ്യൻ വന്നു കേട്ടോ. ആഷിക്ക് വാന്ന് പറയും. ചേച്ചി എനിക്ക് കുറച്ച് പഞ്ചസാര വേണം, ഞാൻ അതിനെ വന്നേന്ന് പറയും. ആഷിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം, നിൻ്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു, വൈകിട്ട് നിനക്ക് എന്താ പരിപാടി, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ എൻ്റെ മോനെ ട്യൂഷൻ എടുക്കാൻ പറയും. അത് കുഴപ്പമില്ല, ഞാൻ എന്നും വന്ന് ട്യൂഷൻ എടുത്തോളാം. അങ്ങനെ പഞ്ചസാര കിട്ടി ഇവൻ പോവാണ് കേട്ടോ. നീ വിഷമിക്കണ്ട, ഞാൻ എന്തായാലും 3 ദിവസത്തിനുള്ളിൽ വരുമെന്ന് പറഞ്ഞ് മോഹനും പോയി. പിന്നെ കാണിക്കുന്നത് വൈകുന്നേരം ആയിട്ടാ. അപ്പോൾ ഇവളൊന്ന് കഥ തുറക്കുമ്പോഴത്തേക്കും ആഷിക്കാണ്. നീ വന്നോ, നീ വരില്ല എന്ന് വിചാരിച്ചു. പിന്നെ ആഷിക്കാണ് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ അവിടെ ചൂല് വെച്ച് തൂത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴെ കിടക്കുന്നൊരു പേപ്പർ എടുക്കാൻ വേണ്ടി താഴ്ന്നപ്പോഴത്തേക്കും സംഭവം എല്ലാം ഇവൻ കണ്ടു കിട്ടാ. ഇവനാണെങ്കിൽ നല്ലതുപോലെ നോക്കി വെള്ളമിറക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ അത്ര നല്ലൊരു അടിപൊളി മലകളൊക്കെയാണ് സംഭവം. ഇവനാണെങ്കിൽ കണ്ടിങ്ങനെ ആസ്വദിച്ച് എന്ന് പറഞ്ഞിരിക്കുകയാണ്. സുമിത്ര ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാണ്. ഇവനാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ എല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് ഫ്രിഡ്ജിൻ്റെ ബേക്കെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് കൺട്രോൾ പോയിട്ട് എണീറ്റ് വന്നിട്ട് ബേക്കിൽ തന്നെ നിൽക്കുകയാണ്. ഫ്രിഡ്ജിൻ്റെ ബേക്ക് കണ്ടിങ്ങനെ അവൻ്റെ പഴമെടുത്തിട്ട് ഫ്രിഡ്ജിലിങ്ങനെ വരയ്ക്കാനൊക്കെ തോന്നുകയാണ്. അമ്മാതിരി ഒരു ഇതിൽ നിൽക്കുകയാണ്. ലാസ്റ്റ് ഫ്രിഡ്ജിലൊന്ന് തൊടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവള് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് നീ ഇവിടെ ഉണ്ടായിരുന്നോ, എന്താ വേണ്ടത് ചോദിക്കും. എനിക്ക് കുറച്ച് വെള്ളം വേണം, ഞാൻ വെള്ളം കുടിക്കാനാണ് വന്നതെന്ന് പറയും. അപ്പോഴത്തേക്ക് ഇവളാണെങ്കിൽ വെള്ളം എടുത്ത് കൊടുക്കും. അപ്പോൾ ചെറുക്കൻ വന്ന് എന്തോ ചോദിക്കും, അത് വിട്. ഇവനാണ് വെള്ളം കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. 10 മിനിറ്റ് സമയം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ. ഇങ്ങനെ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞാൽ ഇവളിപ്പം ഇതാവും തോന്നും. അമ്മാതിരിയുള്ള വെള്ളം കുടിയാണ്. ഇവൻ്റെ വെള്ളം കുറച്ച് പോയെന്ന് തോന്നും. ഇവൾക്കപ്പോൾ എല്ലാം മനസ്സിലായി. ഇവളാണ് തിരിഞ്ഞു നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചിരിക്കും. പിന്നെ ഇവളെ രാത്രിയിൽ ഇവനെ ഫോൺ വിളിക്കുകയാണ് കെട്ടിയവനെ. അപ്പോൾ ഇവൻ പറയും എനിക്കെന്തായാലും ഒരാഴ്ച വേണം, എന്നാലേ ബിസിനസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആവുള്ളൂ. ശരി, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഞാൻ എന്തായാലും ഇവിടെ ഒറ്റയ്ക്കല്ലേ, എനിക്കാരും ഇല്ലെന്നൊന്ന് പറഞ്ഞ് ഒരു നിരാശയിൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇവളാണെങ്കിൽ ഇവനെ പറ്റി ഓർക്കും, ആഷിക്കിനെ പറ്റി. അവനെല്ലാം ചെയ്തതല്ല ഇവളെ അറിഞ്ഞു. പിന്നെ പിറ്റേ ദിവസമാണ്. അപ്പോഴത്തേക്കും മാമൻ വിളിച്ചിട്ടാ, ഇവളുടെ ആങ്ങളെ വിളിച്ചു. എന്നിട്ട് പറയും, എടി 2 ദിവസം ചെറുക്കന് അവധിയല്ലേ, നീ അവനെ ഇവിടെ കൊണ്ടുവന്നാക്ക്. അന്ന് വൈകുന്നേരം ആഷിക്ക് വന്ന് നോക്കുമ്പോൾ പേര പൂട്ടിയിട്ടേക്കാണ്. ഇവരിത് എവിടെ പോയെന്ന് വിചാരിച്ച് ഇവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും സുമിത്രയാണ് വരും. നിങ്ങളവിടെ പോയി, ഞാനാണെങ്കിൽ മോനെ അമ്മാൻ്റെ അടുത്താക്കാൻ പോയതാ. ട്യൂഷൻ ഇല്ലല്ലേ, ട്യൂഷനില്ല, നിനക്ക് തിരക്കൊന്നുമില്ലെങ്കിൽ വീട്ടിലേക്ക് വാ, ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് അന്ന് വൈകുന്നേരമാണ്. മകനും ഇല്ല, കെട്ടിയവനുമില്ല, ആരുമില്ല. അപ്പോൾ സുമിത്രയാണെങ്കിൽ ഒരെണ്ണം വിടാമെന്ന് വിചാരിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ആഷിക്കാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുമിത്രയുടെ പറ്റി വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ്റെ പഠിത്തമൊക്കെ പോയി. പിന്നെ കാണിക്കുന്ന സുമിത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കോളിംഗ് ബെൽ അടിക്കുകയാണ്. ഇവിടെ നിന്ന് തുറന്നു നോക്കുമ്പോഴത്തേക്കും ആഷിക്കാണ്. നീ എന്താ ഈ സമയത്ത്, ഞാൻ കുറച്ച് പഞ്ചസാര മേടിക്കാൻ വന്നാന്ന് പറയും. എന്നാൽ ഉള്ളിലേക്ക് വാന്ന് പറയും. ഞാൻ നിനക്ക് ചായ ഇട്ട് കാറ്റാൻ ചോദിക്കും. എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട, ഞാൻ പോവാന്ന് പറയും. നീ ഇപ്പം എന്താ ഇങ്ങനെ കാണിക്കുന്നത്, നീ ഒളിഞ്ഞു നോക്കുന്നതും നീ ചെയ്യുന്ന പരിപാടികളും എന്നെ നോക്കി നീ പഴത്തി പിടിക്കുന്നതും എല്ലാം ഞാൻ കാണുന്നുണ്ടെന്ന് പറയും. ഇവനപ്പോൾ എന്തോ പോലെയാകും. നീ ഇങ്ങോട്ട് വാ, നീ ഒറ്റയ്ക്കല്ലേ പിടിച്ചിട്ടുള്ളൂ, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നും, വേറൊരാൾ നിൻ്റെ പഴം പിടിച്ചു തരുന്ന അനുഭവം നിനക്കിതുവരെ ഉണ്ടായിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെയൊക്കെ പിടിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവളാണെങ്കിൽ ഇവനെയും കൂട്ടിക്കൊണ്ട് പോകും. ഇവർ തമ്മിൽ പിന്നെ കളികൾ തുടങ്ങുകയാണ്. എടാ ചെക്ക, ഇങ്ങ് നിൻ്റെ പഴം ഇന്ന് ഞാൻ പൊളിച്ച് മൊത്തം ഞാൻ കഴിക്കും. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം വന്നു കേട്ടോ. എടാ ചെക്ക, നീ ഇന്നലെ ഫുള്ള് നിൻ്റെ പഴത്തിലെ വെള്ളം മൊത്തം ഞാൻ കുടിച്ചല്ലേ, എന്നിട്ട് നീ പിന്നെ ഇന്ന് വന്നോ. ഞാൻ വന്നു, അങ്ങനെയൊന്നും എൻ്റെ വെള്ളം തീരില്ല, ഇന്ന് ചേച്ചിയുടെ വെള്ളം എനിക്ക് വേണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പതിയെ സംഭവങ്ങൾ തുടങ്ങുകയാണ്. ഇവനാണെങ്കിൽ ഇവൻ്റെ പഴമെടുത്ത് കൊടുക്കും. അങ്ങനത്തെ പിന്നെ കാണിക്കുന്നത് ആഷിക്കിൻ്റെ വീടാണ്. അച്ഛനാണ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ പരീക്ഷയ്ക്കെല്ലാം തോറ്റു, നീ എന്ത് കാണിക്കുക ചെയ്യുന്നത്, അച്ഛൻ ഞാൻ എല്ലാം പഠിച്ചിട്ട് പോയതാ, പക്ഷേ എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല, നീ ഒന്നും പറയണ്ട, എല്ലാ പരീക്ഷയ്ക്കും ജയിക്കാതെ നീ വീട്ടിൽ കയറണ്ടെന്ന്. പിന്നെ കാണിക്കുന്ന സുമിത്ര ആണെങ്കിൽ ആഷിക്കിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വിളിച്ചിട്ട് ഇവനാണ് എടുക്കുന്നില്ല, ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവളെന്നിട്ട് മെസ്സേജ് അയക്കും കേട്ടോ, ഇനി എന്നെ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിച്ചേക്കാന്ന് വിചാരിച്ച് ഇവൻ എണീറ്റ് പുറത്തേക്ക് പോകും. ഇവളാണെങ്കിൽ നിരാശയിൽ, എന്ന് വെച്ചാൽ കളിയൊന്നും നടക്കുന്നില്ലല്ലോ, ആ സങ്കടത്തിൽ കിടക്കുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ വിളിക്കും കേട്ടോ. ഇവൾ ഫോൺ എടുത്തിട്ട്, ഞാൻ എത്ര തവണ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്തത്, ഞാൻ പരീക്ഷയിലെല്ലാം തോറ്റു, അച്ഛൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു, അതിന് നീ എന്തിനാ ഫോൺ എടുക്കാതിരിക്കുന്നത്, നീ ഫോൺ വെച്ചിട്ട് വേഗം ഇങ്ങോട്ട് വാ, ഇവിടെ ആളില്ലാത്തവൻ വരണമെന്നറിയില്ല, ഞാനിഞ്ഞ് വന്നില്ല, നീ എന്താ പറഞ്ഞ് ഇഞ്ഞ് വന്നില്ലെന്നോ, മര്യാദയ്ക്ക് വന്നു, എനിക്കാണെങ്കിൽ വെള്ളം നിറഞ്ഞ് നിൽക്കുക, നീയാണെ വന്ന് കളിക്കാതെ മര്യാദയ്ക്ക് വാ ചെക്കാന്ന് പറയും. എന്നിട്ട് ഫോൺ വെക്കും. അപ്പോൾ ഇവനാണെ പോയേക്കാന്ന് വിചാരിക്കും. പിന്നെ ഇവർ റൂമിലെത്തിയിട്ടോ, നീ എന്താ വരാത്തെ, എനിക്ക് നിന്നെ എന്ത് ഇതാണെന്നറിയാവോ, ഇനി അങ്ങനെയൊന്നും പറ്റില്ല, നമുക്കിതൊക്കെ നിർത്താം, എനിക്ക് പഠിക്കണം, അച്ഛൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു, ഇനിയും തോറ്റാ വീട്ടിൽ കയറ്റില്ല, നീ പഠിച്ചോ, പഠിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, പക്ഷേ ഇവിടെ ആളില്ലാത്തപ്പോൾ നീ വരണം, നമുക്ക് ഒന്നിച്ച് കളിക്കണം, നിൻ്റെ പഴം എടുക്കാതെ എനിക്ക് പറ്റില്ല, നീ വാ അവിടെ ഇരിക്കുക, ഞാൻ നിൻ്റെ പഴം എടുക്കാം, വേണ്ടെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവൂലേ, നീ എന്താ പറയുന്നത്, ഇനി നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്നാണോ പറയുന്നത്, ഓഹോ എന്നാൽ ഞാൻ കാണിച്ചു തരാം. എന്ത് കാണിക്കാനാണ്, ഒന്നും കാണിക്കാനില്ല, എല്ലാം ഞാൻ കണ്ടതല്ലേ, എടാ നീ എന്തൊക്കെയാ പറയുന്നത്,
എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തമായി. അപ്പോൾ ഇവനൊന്ന് ചെറുതായിട്ട് ഉന്തിയിടും. അങ്ങനെ അവരുടെ പരിപാടി കഴിഞ്ഞു. ഇവനാണെങ്കിൽ അപ്പം നോക്കുമ്പോഴത്തേക്കും ആ ചെറുക്കനാണെങ്കിൽ ഇതെല്ലാം കണ്ടു കേട്ടോ. അപ്പോൾ കെട്ടിയ വന്ന് ഇവരുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കൊച്ചിനെ കാണാനില്ല. പോലീസ് വന്ന് എല്ലാം അന്വേഷിക്കാമെന്ന് പറയും, കൊച്ചിനെ അന്വേഷിക്കാമെന്ന് പറയും. ഇവരാണെങ്കിൽ ആഷിഖിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ആഷിഖ് എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും അവൻ്റെ അച്ഛൻ പറയും കേട്ടോ, അവനാണ് ഒരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയി. അങ്ങനെ ഈ കെട്ടിയവനാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഇവനെ കാണും കേട്ടോ. അപ്പോൾ ഇയാൾക്ക് എന്തോ സംശയം തോന്നിയിട്ട് ഇവൻ ആഷിഖിൻ്റെ പുറകെ പോവും. ആഷിഖിൻ്റെ പുറകെ ഇങ്ങനെ പോകുമ്പം അവസാനം ഈ പോലീസുകാരും ഈ കെട്ടിയവനും കൂടെ ഇവനെ കണ്ടുപിടിക്കും കേട്ടോ, കൊച്ചിനെ കണ്ടുപിടിക്കും. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.